കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട താരം സുരേഷ് ഗോപി ഒരുപാട് വിഡ്ഢിത്തങ്ങൾ അദ്ദേഹം പറയാറുണ്ട്. ആ കൂട്ടത്തിൽ വിഡ്ഢിത്തമല്ല, അതിനേക്കാൾ വലിയ അപകടകരമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നേരത്തെയുള്ള കാര്യമാണ്. അത് അദ്ദേഹം പറഞ്ഞു. കാരണം ഈ ആദിവാസി ഗോത്രവർഗക്കാരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു വകുപ്പുണ്ടെങ്കിൽ ആ വകുപ്പ് യഥാർത്ഥത്തിൽ ഉന്നത കുലജാതർ ഭരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ബ്രാഹ്മണൻ ഭരിക്കണമെന്നോ മറ്റ് മതസ്ഥർക്കാർ കൊടുക്കണമെന്നോ ഒക്കെ പറഞ്ഞാൽ തെറ്റില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് ഉന്നത കുലജാതർ ഭരിക്കണമെന്നാണ് ഒന്ന്. ഇനി രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന മറ്റ് മതസ്ഥരുടെ, അതായത് ഭൂരിപക്ഷ അല്ലെങ്കിൽ സവർണ വിഭാഗക്കാരുടെയൊക്കെ തന്നെ വകുപ്പുകളുണ്ടെങ്കിൽ അത് ആദിവാസി ഗോത്രവർഗ മന്ത്രിമാർ ആ വിഭാഗത്തിൽ നിന്നുണ്ടെങ്കിൽ അവർക്ക് ആ വകുപ്പ് കൊടുക്കണമെന്നാണ്. ഇത് രണ്ടും കേട്ടാൽ നമുക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല. പക്ഷേ ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സുരേഷ് ഗോപിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ആരാടോ ഈ ഉന്നത കുലജാതർ എന്നുള്ളതാണ്. അതായത് താൻ ഉന്നത കുലജാതരാണെന്ന് താൻ തന്നെ അങ്ങോട്ട് പറയുന്നു. അപ്പോൾ ബാക്കിയുള്ളവരെന്താണ്? താഴെ തട്ടിലുള്ളവരാണ്. അതൊക്കെ അങ്ങോട്ട് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഈ പറയുന്ന ഈ മനോഭാവം സുരേഷ് ഗോപിക്ക് കുറേ നാളുകളായിട്ടുണ്ട്. അയാളുടെ വിവരക്കേടിൻ്റെയാണ്. പക്ഷേ ഇത് BJP ഇത് എൻഡോസ് ചെയ്യുന്നുണ്ടോ, ഉന്നത കുലജാതരാണോ എന്നുള്ളതൊക്കെ പറയണം. BJPക്ക് ഇതിനേക്കാൾ മുമ്പ് വലിയ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. കാരണം K. സുരേന്ദ്രൻ ഒരു തവണ പോസ്റ്റർ അടിച്ചിട്ടുണ്ട്. ആ പോസ്റ്ററിൽ പറയുന്നത് ദളിത് നേതാക്കളുമായി ഉച്ചഭക്ഷണം കഴിക്കുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാധാരണ ഞങ്ങൾ അവരായിട്ട് കഴിക്കൂല, ഞങ്ങൾക്ക് കുറച്ചിലാണ്, പക്ഷേ ഞങ്ങളിപ്പോൾ പ്രത്യേക ഒരു അവസരത്തിൽ ഞങ്ങൾ അവർക്കൊരു പ്രിവിലേജ് കൊടുക്കുന്നു, ഞങ്ങളുമായിട്ട് ഉച്ചഭക്ഷണം കഴിക്കാൻ ഒരു വലിയ സാധ്യത തുറന്നു കൊടുക്കുന്നു, വലിയൊരു അംഗീകാരം കൊടുക്കുന്നു എന്നുള്ള മട്ടിലാണ്. ഈ ദളിതരും ഗോത്രവർഗക്കാരും ആദിവാസികളും നായരും നമ്പൂതിരിയും ഒക്കെ മനുഷ്യരാണ്, മനസ്സിലായല്ലോ. അതല്ലാതെ ഇവിടെ നിന്ന് ചെന്ന് നാളെ നിങ്ങൾ അമേരിക്കയിൽ ചെന്നിറങ്ങിയാൽ, ഇംഗ്ലണ്ടിൽ ചെന്നിറങ്ങിയാൽ നിങ്ങളവിടെ രണ്ടാം കിട പൗരന്മാരായിട്ട് കാണും, നിങ്ങളെ ബ്ലാക്സ് ആയിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോ സ്ഥലത്തുള്ള ചില കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ നേരത്തെ കുറേ പ്രിവിലേജുകൾ നേടിയിരുന്നു. ആ പ്രിവിലേജുകളൊന്നും ഇനിയുള്ള കാലത്ത് നടക്കുന്ന കാര്യമല്ല. സുരേഷ് ഗോപി പറയേണ്ട ഒരൊറ്റ പോയിന്റ് മാധ്യമ ചർച്ചകളും ഞാൻ കേട്ടു. ആ ചർച്ചകളിലെല്ലാവരും തന്നെ സുരേഷ് ഗോപിയുടെ ബ്രാഹ്മണിക്കൽ അല്ലെങ്കിൽ മറ്റേ ചിന്താഗതിയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകളൊക്കെ കേട്ടു. എനിക്കൊരൊറ്റ ചോദ്യത്തിന് സുരേഷ് ഗോപിയുടെ ഉത്തരം വേണ്ടതുള്ളൂ. അത് ഉന്നത കുലത്തിൽ ജനിക്കുന്നവരാരാണ്? ഈ നാട്ടിലെ മധുവടക്കം ഒരു 2 പീസ് ബ്രെഡ് പൊട്ടിച്ചതിന് തല്ലിക്കൊല്ലപ്പെട്ട മധുവടക്കമുള്ള നാട്ടിലെ സാധാരണക്കാരായ ആളുകളെല്ലാവരും അവർ തുല്യരാണ്. അല്ലാതെ കുറേ പേര് ഉന്നതരും കുറേ പേര് താഴ്ന്നവരൊന്നുമില്ല. സുരേഷ് ഗോപി തൻ്റെ കയ്യിൽ കുറച്ച് പണമുള്ളത് കൊണ്ടും താൻ ഈ പറയുന്ന പോലെ എന്താണ് 1.25 കോടി രൂപയുടെ വണ്ടിയിൽ നടക്കുന്നതുകൊണ്ടും താനെന്തോ കേന്ദ്രമന്ത്രി ആയതുകൊണ്ടും താനെന്തോ വലിയ പ്രസ്ഥാനമാണെന്നും മകനാണെന്നും ഒക്കെ വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് കൂട്ടത്തിൽ. അത് ഈ നാട്ടിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഉണ്ട്. പക്ഷേ ഇത് തുറന്നു പറയാനും ഈ വിവരക്കേടുകൾ തുറന്ന് ആർജവത്തോടെ പറയാനുള്ള കാര്യം മണ്ടത്തരം താങ്കൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്, ആരാണ് ഉന്നത കുലജാതർ, ആരാണ് താഴ്ന്നവർ? ആ കാര്യത്തിന് ഏറ്റവും ആദ്യമേ തന്നെ BJPയും ഈ പറയുന്ന സംഘപരിവാറും ഒക്കെ മറുപടി പറയണം. സംഘപരിവാർ യഥാർത്ഥത്തിൽ RSSകാർ യഥാർത്ഥത്തിൽ ജാതി ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, ജാതി രഹിതമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ജാതീയമായിട്ടുള്ള ശ്രേണികളിൽ അവർ വിശ്വാസം അർപ്പിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഉന്നത കുലമുണ്ടാകുന്നത്? പിന്നെ ഇത് സുരേഷ് ഗോപി ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയല്ല. സുരേഷ് ഗോപി മറ്റേ വിഷുവിന് 1 രൂപ ആളുകൾക്ക് വിഷുക്കൈ നീട്ടം കൊടുത്തിട്ട് കാല് പിടിപ്പിക്കുന്ന പണി ചെയ്തിട്ടുണ്ട് ഈ നാട്ടിൽ. പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളൊക്കെ ഇപ്പോഴും മനസ്സിൽ അത്തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളൊക്കെ പേറുന്നത് കൊണ്ട് ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ട്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അത് ഭരണഘടന പ്രകാരം ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്തിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രി ഇരുന്ന് ഇതുപോലെയുള്ള വഷളത്തരം പറയാനുള്ള ലൈസൻസ് അല്ല 21ാം നൂറ്റാണ്ടിലുള്ളത്. പിന്നെ ഇത് കൃത്യമായിട്ട് കേരളത്തിലുണ്ട്. കാരണം അതുകൊണ്ടാണ് ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന കറിപ്പൊടി കേരളത്തിൽ ചിലവാകുന്നത്. മനസ്സിലായോ? അതല്ല പക്ഷേ ദളിത് എന്ന് പറയുന്ന ഒരു കറിപ്പൊടിയുടെയൊക്കെ ഒരുത്തരും മേടിക്കൂല. കാരണം ബ്രാഹ്മിൻസ് എന്ന് കേൾക്കുമ്പോൾ നമുക്കെന്തോ മറ്റേ നല്ലതാണെന്ന് പറയുന്ന ഒരു തോന്നലുണ്ട്. ആ തോന്നലൊക്കെ വർഷങ്ങളായി ഉണ്ടാക്കി വെച്ചതാണ്. അതിൽ നിന്ന് സമൂഹം മാറാൻ അനുദിനം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തുല്യരാണെന്നും എല്ലാവരും ഈക്വൽ ആണെന്നും ആ തുല്യതയുടെ അടിസ്ഥാനത്തിൽ വേണം എല്ലാവരെയും കാണാനെന്നുള്ള വലിയ ബോധത്തിലേക്ക് ലോകം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് കേരളം പോലെ ഏതാണ്ട് 1 നൂറ്റാണ്ട് മുമ്പ് പല ആളുകളും, അതായത് നാരായണ ഗുരു അടക്കമുള്ള നിരവധി ആളുകൾ വലിയ നവോത്ഥാനമുണ്ടാക്കി ഇളക്കി മറിച്ച കേരളത്തെ പിന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മൾ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അടിമത്തമുള്ളത്.
അതുകൊണ്ടാണ് നമ്പൂതിരീസ് എന്ന് പറയുന്ന പൽപ്പൊടി ഇവിടെ വിറ്റഴിയുന്നതും നാളെ ഈ പറയുന്ന പോലെ വേറെ ഏതെങ്കിലും കാസ്റ്റിൻ്റെ പേരിട്ട് വന്നാൽ അത് വിറ്റഴിക്കപ്പെടാത്തതും. കാരണം നമ്മുടെ മനസ്സിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു അധമ ബോധമുണ്ട്, നമ്മൾ അതെന്തോ നല്ലതും മറ്റതെന്തോ ചെറുതുമാണെന്നുള്ള മട്ടിൽ. ആ ബോധത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായി സുരേഷ് ഗോപി മാറിയിരിക്കുന്നു. സുരേഷ് ഗോപി അങ്ങോട്ട് എനിക്ക് പറയാനുള്ളത്, അങ്ങ് ഏതെങ്കിലും കാശടിച്ച് മാറ്റുന്നവനാണെന്നോ അല്ലെങ്കിൽ വളരെ മോശം ആളാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഞാൻ താങ്കളുടെ ഇലക്ഷനിൽ ഞാൻ കൃത്യമായി പഠിച്ച് അവിടെ ഇലക്ഷനിൽ താങ്കൾ തോറ്റുപോകുമെന്ന് പറഞ്ഞ ഒരാളാണ്. അതെനിക്ക് താങ്കളോട് ഒരു വ്യക്തിവൈരാഗ്യവും ഉള്ളത് കൊണ്ടല്ല, എൻ്റെ തെറ്റിയിട്ടുള്ള അപൂർവം ചില പ്രവചനങ്ങളിൽ ഒന്ന് മാത്രമാണത്. അത് ജയിക്കാൻ കാരണം ഞാൻ പോലും കാണാത്ത കളികൾ തൃശ്ശൂർ പൂരം കലക്കലടക്കം ഉള്ളിലുണ്ടായത് കൊണ്ടാണ്. പക്ഷെ ഒരു കാര്യം താങ്കൾ മറന്നു പോകരുത്, ഈ പറയുന്ന കേരളത്തിൻ്റെ നവോത്ഥാനത്തെ പുറകോട്ട് വലിക്കാൻ താങ്കൾ ശ്രമിക്കരുത്. ഇതിനു മുമ്പ് താങ്കൾ ഒരു ഡയലോഗ് ഇട്ടു, ഞാൻ ബ്രാഹ്മണനായി അടുത്ത കൊല്ലം ജനിക്കണമെന്ന്. അതായത് ഇപ്പം ജനിച്ചത് പോരാ, ഇപ്പം ഞാൻ നായരായിപ്പോയി, ഇത്തിരി കുറവായിപ്പോയി, അത് മുകളിലേക്കാക്കണം, ബ്രാഹ്മണനാക്കണമെന്ന് താങ്കൾ പറഞ്ഞു. പിന്നെ താങ്കൾ തിരിച്ച് പറഞ്ഞു ദേവന് പൂജ ചെയ്യാനാണെന്ന് പറഞ്ഞു. ദേവന് പൂജ ചെയ്യാനായിട്ട് ഒരു ബ്രാഹ്മണനും ആകേണ്ടതേ. ദേവന് പൂജ ചെയ്യാൻ നാളെ ഈ പറയുന്ന പോലെ ഷെഡ്യൂൾഡ് ട്രൈബും ഷെഡ്യൂൾഡ് കാസ്റ്റും ഗോത്രവർഗ്ഗക്കാരും ബ്രാഹ്മണനും ഒക്കെ ഒരേ അവകാശമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലത് മുഴുവനായിട്ടും മാറിയിട്ടില്ല. ഇപ്പം ശബരിമലയിൽ നിങ്ങൾക്ക് പൂജ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈഴവനോ നായർക്കോ പോലും പൂജ ചെയ്യാൻ പറ്റില്ല, അവിടെ നമ്പൂതിരിയാവണം. എൻ്റെ പൊന്ന് സുരേഷ് ഗോപി, ഒരു മതത്തിൽ ജനിച്ചു തുടങ്ങിയ മതമൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്. അല്ലാതെ ഒരു മതത്തെ മറ്റേ ദൈവികമാണെന്നോ ഒരു മതം താഴെയാണെന്നൊക്കെ വെറുതെ നമ്മളെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി പഠിപ്പിച്ചതാണ്. ആ പഠിപ്പിച്ച് ഈ പറയുന്ന പോലെ സമൂഹത്തിലെ എല്ലാ പ്രിവിലേജുകളും 1% 2% വരുന്ന ആളുകൾ എടുത്തതാണ്. അതൊക്കെ ഇവിടെ തച്ചുടച്ചിട്ടാണ് കേരളം ഉണ്ടായത്. ഈ പറയുന്ന നാട്ടിൽ പട്ടികളും പൂച്ചകളും വരെ വഴി നടക്കുന്ന നാട്ടിൽ ഹിന്ദുക്കളിലെ ഈ പറയുന്ന പോലെ ദളിതരും അതുപോലെ തന്നെ മറ്റു ഈഴവ വിഭാഗങ്ങൾക്കും നായന്മാർക്കും ഒന്നും വഴി നടക്കാൻ ഈ പറയുന്ന പോലെ പറ്റൂലായിരുന്നു. ചില സ്ഥലങ്ങളിൽ നായരടക്കം കയറാൻ പറ്റൂലായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നിന്നും കേരളം ഒരുപാട് പുരോഗമിച്ചതാണ്. തന്നെ പോലെയുള്ള ആളുകൾ കേന്ദ്രമന്ത്രിയായിരുന്നുകൊണ്ട് കേരളത്തെ ദൈവത്തെ ഓർത്ത് പുറകോട്ട് പിടിച്ച് വലിക്കരുത്, ഞങ്ങൾക്ക് എയിംസും വേണ്ട, ഞങ്ങൾക്കൊരു മറ്റേ വികസനവും വേണ്ട, ഒരു കിണ്ടിയും താങ്കൾക്ക് കൊണ്ട് തരാൻ പറ്റില്ല എന്നറിയാം. കാരണം ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് മനസ്സിലായി ഒരു കിഴക്കും തരാൻ പറ്റില്ല. പക്ഷെ അതൊന്നും വേണ്ട, അതിനേക്കാൾ ഒറ്റ കാര്യമുള്ളത് ഈ ജനത്തിൻ്റെ മനസ്സിനെ ഇത്തരത്തിൽ ഇടുങ്ങിയതാക്കി തീർക്കല്ലേ എന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റ് നിരവധി കാര്യങ്ങളിൽ ഇതുപോലെ ഉള്ള വിഡ്ഢിത്തങ്ങൾ മറ്റാളുകൾ പറയുന്നുണ്ട്, അവർക്കൊക്കെ ഇതുപോലെയുള്ളത് പറയാം. ഇപ്പം നായന്മാരിൽ തന്നെ താങ്കൾ അറിയേണ്ടത് സുകുമാരൻ നായർ ഒരു തവണ പറഞ്ഞു ശശി തരൂർ ഡൽഹി നായരല്ല തറവാടി നായരാണെന്നാണ്. അപ്പോൾ ബാക്കിയുള്ള നായന്മാരൊക്കെ എന്താണ്? പാവപ്പെട്ട സാധാരണ നായന്മാരൊക്കെ എന്താണ്? അവരെന്ത് നായരാണ് പറ? തറവാടില്ലാത്ത നായരോ? അപ്പോൾ അതുകൊണ്ട് ഈ വിഡ്ഢിത്തമൊക്കെ കേട്ട ആളുകൾ മുഴുവൻ മിണ്ടാതിരിക്കും ഇനിയുള്ള കാലത്ത് എന്ന് താങ്കൾ വിചാരിച്ചു പോരുത്. താങ്കളെ പൊക്കാനും ഈ ന്യായീകരിക്കാനും ഒക്കെ ഒരുപാട് പേർ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരൊറ്റ കാര്യത്തിൽ വ്യത്യാസമുള്ളൂ. ഒരു കാര്യം താങ്കൾ പറഞ്ഞ കറക്റ്റാണ്. ഇപ്പോൾ ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് ഒരാൾ വന്നാൽ അയാൾക്ക് മറ്റേ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. ശരിക്കും കെ രാധാകൃഷ്ണൻ ധനമന്ത്രി സ്ഥാനം കൊടുക്കായിരുന്നു ഈ കഴിഞ്ഞ നമ്മുടെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൽ, അത് കൊടുത്തില്ല. അപ്പോൾ അതൊക്കെ താങ്കൾ പറഞ്ഞോളൂ, അതൊക്കെ കറക്റ്റാണ്. പക്ഷേ ഇതുപോലെയുള്ള വിഡ്ഢിത്തങ്ങൾ താങ്കൾ പുലമ്പരുത്. ഉന്നത കുലജാതർ ആരാണെന്നാണ് എൻ്റെ ചോദ്യം. സുരേഷ് ഗോപി ഇത് വ്യക്തമാക്കണം.